അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. എന്നെ കണ്ടപ്പോൾ നിങ്ങളൊക്കെ എഴുന്നേറ്റുന്നില്ലേ? സാധാരണ മക്കളൊക്കെ ഉണ്ടാൽ മാതാപിതാക്കൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ടോ? നിങ്ങൾ നാട്ടിലുണ്ടോ? ഇല്ല. എന്നെ കണ്ടപ്പോൾ നിങ്ങളൊക്കെ എഴുന്നേറ്റുന്നു. അല്ലാഹു അഹ്ലു ബൈത്തുള്ള ഒരു ബഹുമാനാണ്. എന്നെ കണ്ടപ്പോൾ നിങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നു. അത് അഹ്ലു ബൈത്തുള്ള ഒരു ബഹുമാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നത് വരെ ഈ നിപ്പ് നിൽക്കാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. ഒരു എന്താ അസുഖമുള്ളവരൊക്കെ ഇരുന്നു, അസുഖമില്ലാത്തവരൊക്കെ നീച്ചിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നത് വരെ ഒരു വടി കൈ പിടിക്കാതെ സന്തോഷത്തോടെ നിപ്പ് നിൽക്കാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. നമ്മൾ തടിമ ഓടുന്ന ബ്ലഡിനൊക്കെ നല്ല സർക്കുലേഷൻ അല്ലാഹു കൊടുക്കട്ടെ. ഒരു മൂലയിൽ കടന്ന് നമ്മളെ കാഷ്ടവും നമ്മളെ മൂത്രവും മറ്റൊരെടുക്കേണ്ട ഒരു അവസ്ഥ റബ്ബ് തരാതിരിക്കട്ടെ. ഇനി നിങ്ങൾ ഇരുന്നോളൂ, അല്ലാഹു ബർക്കത്ത്. അങ്ങനെ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ബാക്കിൽ നോക്കിയില്ല ഇരിക്കല്ലോ. സീറ്റില്ല അല്ലേ? ഞാൻ 200 ചില്ലാൻ ആളെ 206 ആളെപ്പോ ഞാൻ ഒഴിവാക്കി. എന്താ ചെയ്യാ? എന്റെ കൂടെ ഒരു 3 എന്നും കൊടക്കാട് ഇങ്ങനെ തന്നെ കേട്ടോ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊടക്കാട് എന്ന ആള് കുറവാ. 10 തന്നെ സ്ഥിതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സങ്കടങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരട്ടെ. എന്റെ കൂടെ എന്ത് ചെയ്യണം? 3 ഫാത്തിഹ ഓതണം, ഒരു 5 സ്വലാത്ത് ചൊല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ആ കുട്ടിനെ അങ്ങോട്ട് ആക്കിയിട്ട് ചായ വെള്ളം എന്തെങ്കിലും കൊടുക്കാൻ പറയും. ഒന്ന് കരയുന്ന മക്കൊന്ന് സഹകരിക്കും. മോളെ അപ്പൻ്റെ ഉള്ളിൽ കയറ്റാൻ പറയും. നമ്മൾ അടിമമാരൊക്കെ വെറുതെ ഒരു വൈകുന്നേരം പൈസ അതിൻ്റെ ഉള്ളിൽ കയറ്റി നമ്മളെ ചായ കൊടുക്കും. കഴിഞ്ഞ എന്താ വാണിച്ച കൊടുക്കും. നിങ്ങളെ പേര് തന്നെയാണ് ആണ്ടോ? അല്ല, പുറത്തുനിന്നാണ് ഞാൻ കാണുന്നുണ്ട്. ആ കുട്ടി ഉള്ളിലാ കയറ്റി ഉള്ളിൽ കയറ്റി ചായ കൊടുക്കും. ഇപ്പൊ കറിയുണ്ടല്ലോ, കൊല്ലല്ലോ. ഉള്ളിൽ നിന്നാണല്ലേ? എന്താ താത്ത കേട്ടോ. എന്റെ കൂടെ മക്കളൊക്കെ കരയും. ഒന്ന് നിങ്ങൾ സഹകരിക്കുന്നു പറയത്തില്ലേ? അടിമന്മാർ 40 ചില്ലാണ് പണിക്കാരുണ്ട് ഇവിടെ. എത്ര? 40 ചില്ല പണിക്കാരുണ്ട്. ഏത് തങ്ങന്മാരാ ഉണ്ടാകുക? നിങ്ങൾക്ക് ചായ തരാനും, നിങ്ങൾക്ക് ഭക്ഷണം തരാനും, നിങ്ങൾ ഇരുത്താനും, നിങ്ങൾക്ക് കസാല സംഘടിപ്പിച്ച് തരാനും, മക്കളെ കരയുമ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് പാല് കൊടുക്കാനുള്ള ഒരു ഇതൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് അല്ലാഹു അതിനൊക്കെ 40 ചില്ല പണിക്കാരുണ്ട്. ഒന്ന് നിങ്ങളെ പണിക്കാരൊന്ന് നിങ്ങൾ അവിടെ നിൽക്കാതെ ഒന്ന് സഹകരിക്കട്ടോ എന്നോട്. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ വിഷമങ്ങൾ ഒരുപാടുണ്ടല്ലോ അല്ലേ? വിഷമമുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ വന്ന് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ വരുമോ? തങ്ങൾ പല കഞ്ഞുടുക്കപ്പോ എന്തായാലും നിങ്ങൾ വരില്ലല്ലോ. അതുകൊണ്ട് എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. എത്ര കൊല്ലായി നമ്മൾ ഓടാൻ തുടങ്ങിയിട്ടില്ലേ? അല്ലേ? ഒരുപാട് കൊല്ലായില്ലേ? ഇനി നമ്മൾ ഓട്ടൊക്കെ നിർത്തണ്ടേ അല്ലേ? ഇത്ര കൊല്ലായി നമുക്ക് വിഷമം ഇങ്ങനെ ഓട്ടം തന്നെയല്ലേ? എപ്പോഴും ഒക്കെ നിൽക്കുക. നമുക്ക് നിർത്തണം നമുക്ക് ഇൻഷാ അല്ലാഹ് കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ ഹക്കും ഭക്ഷിക്കേണ്ട വയറ് അപ്പം തരാതിരിക്കട്ടെ കേട്ടോ. കുറച്ചിങ്ങോട്ട് നിന്നോ കേട്ടോ. അപ്പൊ 3 സ്വലാത്തിന്റെ കൂടെ ചൊല്ലണം, 3 ഫാത്തിഹന്റെ കൂടെ ഓതണം, 5 സ്വലാത്തുകളെ ചൊല്ലണം. ഈ പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ ഇന്നത്തെ ദിവസം അല്ലാഹു കൊടുത്ത ഖൈറിന്റെ കിതാബില് നമ്മളെ പേരുള്ള എഴുതി വെക്കട്ടെ. ഇവിടുന്ന് നമ്മൾ ഓതിയതിന്റെയും ചൊല്ലിയതിന്റെ ബറക്കത്ത് കൊണ്ട്, ഇത്തേ മക്കളെ ബറക്കത്ത് കൊണ്ട്, പാവപ്പെട്ടവരെ ബറക്കത്ത് കൊണ്ട്, ഇനി ഒരു തങ്ങളെ മുമ്പിലും ഒരു ഉസ്താദിന്റെ മുമ്പിലും ഒരു ഡോക്ടർ മുന്നിലും ചെന്ന് വിഷമങ്ങളെ പറയേണ്ട ഒരവസ്ഥ റബ്ബ് തരാതിരിക്കട്ടെ. ഇലാ ഹദ്റത്ത് റൂഹി നബിയിനാ വ ഹബീബിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة أبو بكر الصديق وعمر الفاروق وعثمان وعلي رضي الله تعالى عنه. إلى حضرة حمزة الكرار وإلى سعد بن معاذ وإلى حضرة خالد بن وليد وإلى حضرة القرنين وإلى حضرة فاطمة الزهراء وخديجة الكبرى وعائشة الطهرى أمهات المؤمنين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى
حضرت السيد أحمد جلال الدين البخاري കാട്ടുചെറു പാപ്പ إلى حضرت കാലിമറ്റ ഫരീദ് വലിയുള്ളാ وإلى هدوار بتو بابا وإلى فاطمة بيبي وإلى حضرت السيد أحمد جلال الدين البخاري കാട്ടുചെറു പാപ്പ وإلى هدوار فريد ولي الله وإلى هدوار بتو بابا وإلى فاطمة بيبي الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ആ കുട്ടികൾക്ക് താത്താക്ക് സീറ്റ് കൊടുത്തേ, ഈ ചെറുപ്പക്കാർക്ക് നീച്ചുന്നേ, വയസ്സുകാർക്ക് സീറ്റ് കൊടുത്തേ, വയസ്സിന് മൂത്തവർക്ക് ഒന്ന് ബഹുമാനിക്കുന്നത്, വയസ്സിന് മൂത്തവർ തടിച്ചേ, വയസ്സിന് മൂത്തവർ സീറ്റ് കൊടുത്തേ, ഒന്ന് താത്താരെ ഒന്ന് പ്രായമുള്ള അല്ലാഹു ഓൽക്ക് ബർക്കത്ത് ഒന്ന് നിങ്ങളെ മുമ്പിൽ നിൽക്കുന്ന എന്താണ് ഒരു സ്നേഹമില്ലാത്ത. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹു മലായികത്തുഹു യസല്ലൂന അലൻ നബി. കണ്ടോ ആ ഉമ്മാന്റെ സന്തോഷം നോക്ക്, അത് മതി നിങ്ങളെ വിഷമം തീരാൻ. ആ കുട്ടിനെടുത്തിട്ട് ഇരിക്കുമോ, എന്താ റബ്ബേ നിങ്ങളൊക്കെ എങ്ങനെയാണോ നമ്മളൊക്കെ പഠിക്കേണ്ടത്? റസൂലുള്ളാഹിന്റെ ഉമ്മത്തെ അങ്ങനെയാണോ? വലിയവരെ നമ്മൾ ബഹുമാനിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وقدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وقدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وقدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وقدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وقدره ومقداره العظيم. الحمد لله رب العالمين أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيدا. اللهم اغفر وبلغ مثل ثواب ما قرئنا وما صليناه وما سلمناه هذه هدية واصلة ورحمة نازلة وبركة شاملة وقبولة ومرضية منا إلى حضرته سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى مربنا محمد صلى الله عليه وسلم. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان وفقنا فيه للصيام والقيام والذكر وتلاوة القرآن مع الصحة والعافية يا رب العالمين. الله 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 أرحم الراحمين مالك الملوك ملك الجبار الله 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 അല്ലാഹുവേ യാ ജലാലുൽ ഇക്റാം യാ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടണമല്ലോ. അല്ലാഹ് ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്. ഞങ്ങൾ ഓതിയതും ഞങ്ങൾ ചൊല്ലിയതും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരുപാട് വിഷമങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അതുകൊണ്ട് ഇനി ഒരു തങ്ങളെ മുമ്പിലും ഒരു ഉസ്താദിന്റെ മുമ്പിലും ഒരു ഡോക്ടർ മുന്നിൽ ചെന്ന് വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും പറയേണ്ട ഒരു അവസ്ഥ വരുത്തുള്ളവരുടെ അല്ലാഹ് ഞങ്ങൾക്ക് സമാധാനം നൽകണം അല്ലാഹ്, ഞങ്ങൾക്ക് സന്തോഷം നൽകണം അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി ഉൾപ്പെടുത്തണമല്ല. കൂടെ വന്നവർക്ക് സമാധാനം നൽകണം അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ മക്കളെ നന്നാക്കണം അല്ലാഹ്, ഞങ്ങളെ ഭർത്താക്കന്മാർ നന്നാക്കണം അല്ലാഹ്, ഞങ്ങളെ മരുമക്കളെ നന്നാക്കണം അല്ലാഹ്, ഞങ്ങളെ പേരമക്കളെ നന്നാക്കണം അല്ലാഹ്. അവിടെ കല്ലിനടിമയാക്കില്ല, ഒരു കഞ്ചാവിനടിമയാക്കില്ല അല്ലാഹ്, പെണ്ണിനടിമയാക്കില്ല അല്ലാഹ്, അവിടെ പൂരിനടിമയാക്കില്ല അല്ലാഹ്. സമാധാനം നൽകണം അല്ലാഹ്.
അല്ലാ ഞങ്ങളെ മക്കള് പ്രവാസികളാണ്, ഞങ്ങളെ ഭർത്താക്കന്മാര് പ്രവാസികളാണ്, ഞങ്ങളെ ഭർത്താക്കന്മാര് പ്രവാസികളാണ്, ഞങ്ങളെ മരുമക്കള് പ്രവാസികളാണ്, ഞങ്ങളെ പേരുമക്കള് പ്രവാസികളാണ്. ഈ കൂട്ടത്തില് പലരും പ്രവാസികളാണ്. അല്ലാഹ് അവരെ ജനാസ മയ്യത്ത് പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവന്നൊരു അവസ്ഥ വരുത്തല്ലോ. അല്ലാഹുവേ സമാധാനം നൽകണം അല്ലാഹ്, സന്തോഷം നൽകണം അല്ലാഹ്. നരകം ഞങ്ങൾക്ക് ഹറാമാക്കണം അല്ലാഹ്, സ്വർഗം ഞങ്ങൾക്ക് വാജിബാക്കണം അല്ലാഹ്. നരകം ഞങ്ങൾക്ക് ഹറാമാക്കണം അല്ലാഹ്, സ്വർഗം ഞങ്ങൾക്ക് വാജിബാക്കണം അല്ലാഹ്. അല്ലാഹ് ഞങ്ങൾ പെട്ട പലരും രോഗികളാണ് റബ്ബേ, ഞങ്ങളെ രോഗിയാക്കണം അല്ലാഹ്. തലയുടെ മുഹൂർത്താവ് മുതൽ കാലിന്റെ പല്ലവരെ രോഗങ്ങളാണ്. അല്ലാഹുവേ നീ ശിഫ നൽകണം അല്ലാഹ്. ഒരുപാട് പേർ ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് അല്ലാഹ്, ഒരു രോഗം നീ ശിഫയാക്കണം അല്ലാഹ്. രോഗിയുടെ റിസൾട്ട് നൽകണം അല്ലാഹ്. സിഹറുകാരന്റെ സിഹറിൽ നിന്ന് കാക്കണല്ലോ, കണ്ണേറുകാരന്റെ കണ്ണേറിന്ന് കാക്കണല്ലോ. അല്ലാഹ് ഞങ്ങൾ ഓടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളോളമായി റബ്ബേ, ഞങ്ങൾ എല്ലാവരുടെ വിഷമങ്ങളും മാറ്റിക്കൊണ്ട് അല്ലാഹ് ഇനി ഒരു സ്ഥലത്തും പോകേണ്ട ഒരവസ്ഥ വരുത്തല്ലോ റബ്ബേ. അല്ലാഹുവേ സമാധാനമുള്ള കുടുംബജീവൻ നൽകണല്ലോ, കല്യാണം ശരിയാവാത്തവർക്ക് ഹൈറായ ഗുണത്തിനങ്ങളെ നൽകണമല്ലോ, ബറക്കത്ത് നൽകണം അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ, റസൂലുള്ളാഹിയുടെ തണൽ നൽകണല്ലോ. ഒരാളെയും കുറ്റം പറയേണ്ട കൽബ് തരല്ല അല്ലാഹ്, ഒരാളെയും വേദനിപ്പിക്കേണ്ട കൽബ് തരല്ല അല്ലാഹ്. നിസ്കരിക്കാനുള്ള മനസ്സ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്ക് നല്ല കൽബ് നൽകണം അല്ലാഹ്, അവർക്ക് നല്ല കൂട്ടുകാരെ നൽകണം അല്ലാഹ്, നല്ല കൂട്ടുകാരികളെ നൽകണം അല്ലാഹ്. അല്ലാഹുവേ എത്തോളം വർഷമായി ഈ വീടിന്റെ മുറ്റത്ത് ആയിരക്കണക്കിന് ആളുകളാണ് റബ്ബേ, ഈ ബറക്കത്ത് നിലനിർത്തണം അല്ലാഹ്, ഈ ബറക്കത്ത് നിലനിർത്തണമല്ലാഹ്. സ്വലാത്തുൽ ഫാത്തിഹയിലൂടെ ഞങ്ങളെ സങ്കടങ്ങളെ മാറാ ഞങ്ങൾക്ക് വഴി ഒരുക്കണമല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണമല്ലാഹ്. എന്ത് മുറാദ് വെച്ചിട്ടാണോ ഈ ഗേറ്റ് കടന്നു വന്നതെങ്കിൽ തിരിച്ചു വീട്ടിലെത്തുമ്പോഴത്തേക്ക് സന്തോഷവാർത്ത അറിയിക്കണം അല്ലാഹ്. അല്ലാഹുവേ സമാധാനം നൽകണം അല്ലാഹ്. അല്ലാഹ് ഞങ്ങൾ ഒരുപാട് യതീമക്കളെ നോക്കുന്നവരാണ്, 3 മാസം പ്രായമുള്ള മക്കള് പോലും ഞങ്ങൾ നോക്കുന്നുണ്ട്. ആ യതീമക്കളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സമാധാനം നൽകണം അല്ലാഹ്. ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണം അല്ലാഹ്. എന്തൊക്കെ മുറാദിൽ നീ ഹാസിലാക്കിക്കൊണ്ട് റബ്ബേ, ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. آمين آمين برحمتك يا أرحم الراحمين. توسلنا بسم الله وبالهادي رسول الله وكل مجاهد لله وأهل القدير يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن أمة بأهل البدير يا الله. صلاة الله. ഫضല് പറയാൻ ഫضല് പറയാൻ സ്വർണം പൈസ ഫضല് പറയാൻ വേദനക്ക് ഫضല് പറയാൻ നോണ്ടോ വീടാമോറാതുണ്ടോ ഹാജത്തടങ്ങാനുണ്ടോ ഹബീബൂർ ചൊല്ലൂ നീ സ്വലവാത്തുൽ ഫാത്തിഹ. അതിനാൽ തീരാത്ത കഥനമുണ്ടോ, മാറാത്ത രോഗമുണ്ടോ? അല്ലാഹു ബർക്കത്ത്. എന്തേ തങ്ങൾ പല കുട്ടിക്കറിയണേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സലാത്തുൽ ഫാത്തിഹ നിഅമത്താട്ടോ. എന്താ അത് ഓല ഫضല് പറയട്ടെ. എന്താണ് ഇവിടെ വന്നീനോ? സ്വർണത്തിന് മോതിരം തന്നില്ലേ? ആദ്യത്തെ പെൺകുട്ടികളാ? അല്ല, ഫസ്റ്റത്തെ കുട്ടിയാണ്. ആൺകുട്ടികളില്ല, പിന്നെ അവന് കട്ടിൽ വന്ന് വീണു, ഒന്നും ഇവിടെ വന്നേനു. ഇവിടെ കുടുംബത്തിലൊക്കെ പെൺകുട്ടികളാണ്.
അപ്പൊ ഈ കുട്ടി ആൺകുട്ടി അങ്ങനെ അവൾക്ക് വാക്ക് കൊടുത്തിരുന്നു. ഇതൊക്കെ വാക്ക് കൊടുത്തു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് ആൺകുട്ടിയായിരിക്കും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ഹബീബായ മുത്തനബിന്റെ ബർക്കത്ത് കൊണ്ട് ഈ പ്രസവിച്ചത് ആൺകുട്ടിയാണ്. ആ കുട്ടി കട്ടുമെന്നും വീണു. അള്ളാഹു ഒന്നും പറ്റില്ല അല്ലെ. അള്ളാഹ് എന്താ പേര്? അള്ളാഹു ബർക്കത്ത് കേട്ടിട്ടോ. ഈ ഫضലൊക്കെ കിട്ടിയ വേഗം കൊടുന്ന് കാണിക്കണം. അങ്ങനെ ഒരു നിയമമുണ്ട് ഇവിടെ. അല്ല അതൊന്നും പറയാൻ പറ്റില്ല. നമ്മള് ഫضല് കിട്ടിയുള്ള വിഷയമാണ്. ഇപ്പൊ കട്ടുമെന്ന് വീണപ്പോ വേഗം കൊടുന്നോല്. അള്ളാഹു ബർക്കത്ത്. അതൊന്നുമില്ല. അള്ളാഹു ബർക്കത്ത് കേട്ടോ. സന്തോഷം അള്ളാഹു നൽകട്ടെ, സമാധാനം അള്ളാഹു നൽകട്ടെ കേട്ടോ. ഞാൻ ഫാത്തിഹ പറയാം. ഇവിടെ 90 മക്കളെ കല്യാണം ഒന്നും ഉണ്ടാതെ എന്നാണ്. ഇവിടെ 90 മക്കളെ കെട്ടിച്ചു. എത്ര? 90 കുട്ടികളെ. കുറച്ചും കിടക്കും. ഒരു കുട്ടിനെ കെട്ടിക്കണേ ഇങ്ങോട്ട് വെക്കും മലയാളം നെഹി ഒരു കുട്ടിനെ കെട്ടിക്കണേ 3.5 ലക്ഷം റുപ്യ. അപ്പൊ 92 മക്കളെ കെട്ടിക്കണ എത്ര കോടി വേണം? അൽഹംദുലില്ലാ അള്ളാഹിന്റെ റസൂൽ ബർക്കത്തുകൊണ്ട് 92 മക്കളെ കെട്ടിച്ചു. പാവങ്ങളും യതീമക്കളും അഗതികളും അനാഥകളുമായ 90 ചില്ല മക്കളെ. 100 ചില്ലാണ് യതീമക്കൾ ഞങ്ങൾ ഏറ്റെടുത്തു. കഴിഞ്ഞ മാസം 3 മക്കൾ ഇവിടെ കൊണ്ട്. നിങ്ങൾ കണ്ടോ? 90 ദിവസം പ്രായമായൊരു ഉമ്മ, 90 ദിവസമായിട്ടുള്ള ഭർത്താവ് മരിച്ച് 4 മാസം ആയിട്ടില്ല. ഈ മുറ്റത്ത് വന്നിട്ട് പറഞ്ഞു എന്റെ മക്കൾ യതീമാണ്, അനാഥകൾ, ഒരു ഗതിയില്ല, പട്ടിണിയാണ്. അങ്ങനെ 3 മക്കൾ ഏറ്റെടുത്തു. അത് 100 ചില്ലാണ്. ഒരു മാസം ഒരു 5 ലക്ഷം റുപ്യ യതീമക്കൾക്ക് വേണം. മുണ്ടല്ലടോ. അത് കൂടാതെ 50ഓളം യതീമക്കൾക്ക് വീട് വെക്കാനുള്ള സ്ഥലം കൊടുക്കുകയാണ്. അത് കൂടാതെ പള്ളികള്, മദ്രസകള്, യതീമക്കൾ 20 വീട്, അതിൽ 17 വീടിന്റെ പണി പൂർത്തിയായി നമ്മൾ തുറന്നു കൊടുത്തു. ഇതൊന്നും പബ്ലിസിറ്റി ഇല്ല. സുബ്ഹാനല്ലാഹ്. ഇനി ഇതാ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നമ്മൾ വീടിന്റെ പണി 3 വീടിന്റെ പണി തുടങ്ങിയിരിക്കണ്. ഒന്നങ്ങോട്ട് മാറിക്കുന്നേറ്റ ഐറ്റങ്ങൾ കണ്ടോട്ടെ. അരി ഓക്കെ. അത് മാത്രമല്ല പള്ളികള്, മദ്രസകള്, ഇതാ കോളേജ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു യതീം ഒരാളെ മുന്നിൽ ചെന്ന് യാചിച്ചിട്ടില്ല. ഇപ്പതാ ഈ വർഷം ഒന്ന് മുണ്ടാതെ നിൽക്കടോ. എങ്ങനെ മുണ്ടാതെക്കാൻ ഹിന്ദി പറയാൻ? എങ്ങനെ ഹിന്ദി പറയാൻ? നിങ്ങൾ മലയാളികളല്ലേ ഇവിടെ വന്നതൊക്കെ? മലയാളികളല്ലേ? മലയാളം നെഹി അറിയില്ല? ഒന്ന് ശ്രദ്ധിക്കട്ട. അപ്പോ ഇവിടെ ഒരാള് മുന്നിൽ ചെന്നിട്ട് ഞാനൊരു നൂറെ ഹബീബ് തങ്ങളാണ്, ഞാൻ കുറെ കുട്ടികളെ കെട്ടിക്കുന്നു, ഞാൻ ഒരാളെ പോയി പിരിച്ചിട്ടില്ല. ഇവിടെ വന്നിട്ട് അവർക്ക് ഫضല് കിട്ടിയിട്ടാണ് ഇത്രയും മക്കളെ കെട്ടിച്ചത്. അള്ളാഹു തന്നെയാണ് സത്യം. ഒരാളോട് ഒരു ഗ്രാമ സ്വർണം തന്നിട്ട് നമ്മള് ചോദിച്ചിട്ടില്ല. അത് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. ഇവിടുത്തെ യതീമക്കൾക്ക് ഭയങ്കര കറാമത്താ. അള്ളാഹ് തന്നതാ. 10 ചില്ലാണ് വിധവകള്. ഒന്ന് ആലോചിച്ചാണ്. 30-35 വയസ്സ് പ്രായമായ ഒരാളുള്ള ഭാര്യമാരല്ലോ. അതൊക്കെ ദ്വായ നമ്മ രക്ഷ. ഇപ്പൊ ഈ വർഷം ലാസ്റ്റ് 20 മക്കളെ കല്യാണം. എത്ര? സ്വർണത്തിന് വില കൂടിയോ തന്നെയാണ് അല്ലേ? കൂടുന്നുണ്ടല്ലേ? അൽഹംദുലില്ലാ. അള്ളാഹു ഉള്ളത് കൊടുത്ത് നമ്മൾ കെട്ടിക്കുക. എന്തേ ഇല്ല. ഇപ്പൊ ഈ വർഷം ഇന്നലെ മുതൽ ആ കുട്ടികൾ ഒരുപാട് ഇന്നലെ തന്നെ വരികയാണ്. ഒരു ഗതിയിൽ എന്റെ കുട്ടിനെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട്. അള്ളാഹു മക്കളെ ബറക്കത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. എനിക്ക് കറാമത്തൊന്നുമില്ല. ഇവിടെ വരുന്നവർക്ക് ശിഫ നൽകുന്നുണ്ട്. ഇപ്പൊ അന്തമാൻ നിക്കോബാർന്ന് അമ്മ ഒരു പവന്റെ മൂല് വള ഒരുപാട് വിഷമേനു. യതീമക നിയത്ത് വെച്ചു. എന്റെ വിഷമം മാറിയാലും ഞാൻ കൊടക്കാട് തങ്ങളത്തേക്ക് പോകുന്ന പറഞ്ഞു. ഒരു പവന്റെ വളയായിട്ട് ഉമ്മ വന്നിക്കണം അന്തമാൻ നിക്കോബാർന്ന്. എന്നിപ്പോ എന്റെ ഉള്ളിലുണ്ട്. അള്ളാഹു അങ്ങനത്തെ ആളുകളാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ഇതാ കമ്മലും സ്വർണ്ണങ്ങളാ, മോതിരം. ഇതായിരിക്കതാ ഇതുണ്ടോ? ഇതായിരിക്കാ ഇത് ആൺകുട്ടിയാ? കേൾവി കുറവുള്ള ഒരു കുട്ടുവന് കിഡ്നിക്ക് കുറച്ച് താറാണ്. ഞങ്ങളിപ്പോ ധൈര്യമായിട്ട് കല്യാണം കഴിച്ചാൻ പറഞ്ഞതിനോട് ആ കല്യാണം കഴിഞ്ഞു. ഒരു കുഴപ്പമില്ല. മകൾക്ക് ചെവി കേൾക്കൂല, വാൾക്കും ചെവി കേൾക്കൂല. വളരെ വിഷമം. കിഡ്നിയും കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞൊരു കുഴപ്പമുണ്ട്, നിങ്ങൾ തെറ്റിച്ചോളി എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ അപ്പൊ കല്യാണം കഴിഞ്ഞു, സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. കണ്ണേറ് ബാത്തിലാക്കി. കണ്ണേറ് പ്രശ്നം അള്ളാഹു കൊടുക്കട്ടെ. സോലെ അതിന് സമ്മാനായിട്ട് ഒരു മോതിരം. അള്ളാഹു ഇപ്പൊ ഫാത്തി ഓതും. ഇതൊരു പൊന്നു മോൾ. ഇതെന്താണ്?
3 വർഷമായി സ്ഥിരമായിട്ട് തലവേദനയെന്നു. ഈ തലവേദന വന്നാല് രാവിലെ വന്ന് മരുന്ന് കുടിച്ച വൈകുന്നേരം വരെ കിടക്കണം. 3 കൊല്ലം അനുഭവിച്ചു. ഇവിടെ വന്നോ? താങ്കൾ എന്തായിരുന്നു? മാറുന്നായിരുന്നു. കണ്ണേറ് പാത്തിലാക്കി. മാറിയോ? മരുന്നൊന്നുമില്ല. മാഷാ അല്ലാഹ്. നോക്കിങ്ങള് ഒരു മോതിരം അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. കുഞ്ഞു പെങ്ങള് വലിയ വിഷമത്തിലേന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി ആ രോഗം അല്ലാഹു കൊടുക്കാതിരിക്കട്ടെ കേട്ടോ. ഞാനില്ലല്ലോ അടുത്ത സ്വർണം. ഇതിപ്പോ 100 കുട്ടികളെ കെട്ടിച്ചാണ്ടാകുമല്ലോ. അടുത്ത സ്വർണത്തിന് വില 100 ഹബീബിന്റെ ആൾക്കാർക്ക് സ്വർണത്തിന് വില ഒന്നുമില്ല കേട്ടോ. ഓലിക്ക് അല്ലാഹ് ഇതെന്താണമ്മ? ഈ ഉമ്മാന്റെ ഒക്കെ 1 വർഷം മുമ്പ് ഒരാൾ ചെയിന് വാങ്ങി. സ്ഥലം എവിടെ? കൊണ്ടോട്ടി. 15 ദിവസത്തിനെ കൊണ്ടുപോയത്. 15 മാസമായിട്ട് സ്വർണം എന്തായില്ല, കിട്ടിയില്ല. കൊടുക്കാട് വന്നാ തങ്ങളിപ്പോ എന്തായിരുന്നു? ഇവിടെ വന്നു കണ്ണൂർ പത്തിലാക്കിയോ. അൽഹംദുലില്ലാഹ്. ഇവിടെ വന്നതിന് ശേഷം കൊണ്ടുപോയ ആളുണ്ടല്ലോ സ്വർണ്ണ പരി കൊണ്ടുപോയി കൊടുത്തു. നമ്മളെ കറാമത്തല്ല, സലാത്ത് ചെല്ലുമ്പോലെ സലാത്തിന്റെ പവറാണ്. ആ സ്വർണം കിട്ടിയ സന്തോഷത്തിന് ഒരു മോതിരം അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. പറയും എന്റെ പേരക്കുട്ടി ദുബായി പോയിട്ട് അവിടുത്തെ ലൈസൻസ് എടുക്കണം പറഞ്ഞു. അപ്പൊ ഞാൻ ലൈസൻസ് കിട്ടി. അല്ലാഹു ബറക്കത്ത്. ഇതെന്താ? പെൺകുട്ടിയൊന്നും മാഷ. 2ാമത് ആൺകുട്ടി ഉണ്ടാകുന്നു. ഇവിടെ വന്നീന്നാ അൽഹംദുലില്ലാഹ്. അപ്പൊ ആൺകുട്ടിയായി. അല്ലാഹു ബറക്കത്ത്. കഴിഞ്ഞില്ലേ? പോലെ അങ്ങോട്ട് പോകാൻ കൊടുക്കും. ഗൾഫില് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു മകന്. ഇപ്പൊ ചാക്കാരി നേർച്ചാക്കില്ലേ? 2 ആക്കുങ്ങളില്ല. മാഷാ അല്ലാഹ്. ഇപ്പൊ റാഹത്തായി. ഇവിടെ വന്നീന്നോ? ഇവിടെ വന്നീന്നോ? ഇപ്പൊ റാഹത്തായി. അല്ലാഹു ബറക്കത്ത്. മക്കൾ ഇച്ചാരൊന്നും തരരുതട്ടോ. ഇൻഷാ അല്ലാഹ്. അതൊക്കെ വെറുതെ പറ. ഇവിടെ ഭയങ്കര പ്രശ്നമാണ് ആൾക്കാർ. ഇവിടെ എന്റെ അടുത്ത് വരും, ഞാനത് ശരിയാവുന്നു പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ നാള് ഒരു പെണ്ണ് എന്ന് എന്തോ ഒരു വിഷയമായിട്ട് വന്നു. ആണ്ട് ശരിയാവും പെണ്ണേന്ന് പറഞ്ഞു. അല്ലാഹ് ഇതങ്ങോട്ട് പറഞ്ഞപ്പത്തിന് പിന്നെ ഒരൊറ്റ ഓട്ടം. അൽഹംദുലില്ലാഹ്. മതി, വേറൊന്നും വേണ്ട. പിന്നെ പോത്ത് പുല്ലുമുള്ള ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ വെറുതെ കുറച്ച് കറാമത്തൊന്നുമില്ല. എനിക്ക് പനി വന്നപ്പോ ഞാൻ ആശുപത്രിയിൽ പോയിട്ട് മുണ്ടല് ഞാൻ ആശുപത്രിയിൽ മരുന്ന് കുടിച്ചപ്പോ എനിക്ക് ആളുകൾ പറയുന്നത് കൊടക്കാട് തങ്ങ കറാമത്ത് ഒരിക്കലും ഇല്ല കേട്ടോ. അങ്ങനെ ആരും പറയരുത്. അല്ലാഹു ബറക്കത്ത്. പിന്നെ സ്ഥലം വാങ്ങാൻ അല്ലാഹു ബറക്കത്ത്. ഇതെന്താണ്? സ്ഥലം വാങ്ങാൻ. എത്ര കൊല്ലായി? മാറിയോ? ഇവിടെ വന്നീന്നോ? വീട്ടിൽ 2 അസുഖം ഉണ്ടായിരുന്നു. തലവേദന, വയറുവേദന. വർഷങ്ങളോളം ഇത് മാറി. അല്ലാഹു ബറക്കത്ത്. അവൻ കിട്ടിയോ? ജോലിയും കിട്ടിയോ? ഇവിടെ വന്നീന്നോ? സ്ഥിരമായി ജോലി കിട്ടി. ഇതായിരിക്കാ താല്പര്യം വിട്ടിട്ടോളിട്ടാ. ഇനി എന്താ? മതി. എന്താണ്? ഞാൻ അത് പ്രസവിച്ചാ? സുഖപ്രസവമായ ആശുപത്രിയിൽ കിടക്കുന്ന പ്രസവത്തിന് 4 ദിവസമായിട്ട് ആശുപത്രിയിൽ ഡോക്ടർമാർ ഓപ്പറേഷൻ പറഞ്ഞോട്ടേ. അപ്പൊ കൊടക്കാട് തങ്ങളുണ്ട് 100. അയാളെ വിളിച്ചപ്പോ അയാൾ ഓപ്പറേഷൻ ഒന്നും വേണ്ടിയില്ല. അപ്പൊ പ്രസവിച്ചു തരാം. 4ാമത്തെ ദിവസം റാഹത്തായില്ലേ? സ്ഥലം വാങ്ങണേക്കത് എത്തിയമ്മ. അല്ലാഹു എല്ലാവർക്കും ഉള്ള ബർക്കത്ത്. കഴിഞ്ഞില്ലേ? ഈ തന്നവർക്കൊക്കെ ഒരു താത്ത ജോലി പോയ ജോലി എവിടെ നിൽക്കണില്ല. ഇപ്പൊ ജോലി കേറിയിട്ടുണ്ട്. റാഹത്താണ്. ഇതാർക്കാണ് പൈസ? കല്യാണം കഴിക്കാൻ വേണ്ട. കല്യാണം ഓൽക്കറിയാം കല്യാണം കഴിഞ്ഞ ഫോണുമ്പോൾ കളിച്ചാൽ പറ്റൂല എന്നുള്ളത്. അല്ലാഹു ബർക്കത്ത്. ഈ തന്നവർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരൊറ്റ ഫാത്തിഹ. അൽ ഫാത്തിഹ. ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. അർഹമർ റഹീമായ റബ്ബേ, മക്കളെ സഹായിച്ചവരുണ്ട്, സ്ഥലം വാങ്ങാൻ സഹായിച്ചവരുണ്ട്, പാവപ്പെട്ടവരെ സഹായിച്ചവരുണ്ട്, ഞങ്ങളെ സഹായിച്ചവരുണ്ട്. അവർക്ക് ഹരമായ ഫളിൽ എല്ലാവരുടെ വിഷമങ്ങളും മാറ്റി കൊടുക്കണല്ലോ. തന്ന പ്രതിഫലം നാളെ നാളെ ഇരട്ടി കൊടുക്കണല്ലോ. ഇവിടെ വന്നവർക്ക് ഫളിൽ പറയാനുള്ള ഭാഗ്യം നൽകണല്ലോ, സന്തോഷം നൽകണല്ലോ. ഇരുത്തം വെറുതെയാക്കില്ല അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. എങ്ങനെ ആൾക്കാർക്ക് കുരുവട്ടാതൊക്കെ ഉള്ളോലൊക്കെ കൊടുക്കാറും പിന്നെ എങ്ങനെ കൊടുന്നേര. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ്. പിന്നെ